2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്ന സമയത്ത് ഏത് വിധേനയും 3.0 ആവർത്തിച്ച് തുടർ ഭരണം നേടുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടതുപക്ഷവും നെട്ടോട്ടമോടുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഇതിനുവേണ്ടി പാർട്ടി ഇപ്പോൾ സർക്കുലർ ഇറക്കിയിരിക്കുന്നു. അതായത് പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ മുതൽ ഭരണതലപ്പത്തിരിക്കുന്ന മുഖ്യമന്ത്രി മുതൽ ഇങ്ങ് താഴെ തട്ടിലുള്ള സാധാരണ പ്രവർത്തകൻ വരെ മര്യാദാരാമന്മാരായിരിക്കണം എന്ന് കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ CPM-ന്റെ തിട്ടൂരം ഇറങ്ങിയിരിക്കുന്നത്, സർക്കുലർ ഇറക്കിയിരിക്കുന്നത്. മുൻപ് 2018 ശബരിമല യുവതീ പ്രവേശനത്തെ തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടതുപക്ഷത്തിനും എതിരായി അയ്യപ്പ വിശ്വാസികളുടെ കടുത്ത വിരോധവും ശത്രുതയും ഉണ്ടായിരുന്നു. ഇത് തീർക്കുന്നതിന് വേണ്ടി, ഈ നീരസം ഒഴിവാക്കുന്നതിന് വേണ്ടി, തെരഞ്ഞെടുപ്പ് പരാജയം ഒഴിവാക്കുന്നതിന് വേണ്ടി അന്ന് സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ, അന്തരിച്ച മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകൾ അന്ന് ഹിന്ദു പുരോഹിതന്മാരുൾപ്പെടെയുള്ള സാധാരണക്കാരുടെ വീടുകളിൽ കയറി ഇറങ്ങി ശബരിമല സ്ത്രീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട് എന്താണ് അവരുടെ അഭിപ്രായം എന്ന് ആരാഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലൂടെ CPM വിഭാവനം ചെയ്തത് യുവതീ പ്രവേശനത്തിലൂടെ അല്ലെങ്കിൽ യുവതികളെ ശബരിമലയിൽ പ്രവേശിപ്പിക്കുന്നതിന് വേണ്ടി പിണറായി വിജയനും CPM സർക്കാർ മുൻകൈയെടുത്തതിലൂടെ ജനങ്ങൾക്ക് ഏത് തരത്തിലുള്ള വികാരമാണ് സർക്കാരിനോടുള്ളത് എന്ന് തിരിച്ചറിയുകയും ഇനിയും പാർട്ടിയുടെ ഭാഗത്തു നിന്നും അങ്ങനെ ജനവിരുദ്ധമായിട്ടുള്ള പ്രവൃത്തികൾ ഉണ്ടാകില്ല എന്നുള്ള ഒരു ബോധ്യപ്പെടുത്തൽ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടി തന്നെയാണ് അന്ന് കോടിയേരി ബാലകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള ആളുകളടക്കം വീട് വീടാന്തരം കയറി ഇറങ്ങി മാപ്പിരുന്ന് വോട്ട് ചോദിച്ചത്. ഇന്നും സമാനമായ രീതിയിലേക്ക് CPM എത്തിയിരിക്കുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് CPM അക്ഷരാർത്ഥത്തിൽ വെട്ടിലായിരിക്കുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായവരിൽ ഏതാണ്ട് 90% ആളുകളും CPM-ന്റെ സമുന്നതരായ നേതാക്കൾ തന്നെയായിരുന്നു. CPM-ന്റെ MLA-മാർ, CPM-ന്റെ പഞ്ചായത്ത് പ്രസിഡന്റ്, CPM-ന്റെ ദേവസ്വം പ്രസിഡന്റ്, CPM-ന്റെ ദേവസ്വം കമ്മീഷണർ എന്നിങ്ങനെ നിരവധി CPM-ന്റെ സമുന്നതരായ ആളുകളാണ് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ ജയിലിലുള്ളത്. ഈ സാഹചര്യത്തിൽ 2018-19 കാലഘട്ടത്തിൽ ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രനെ SIT വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത് വിട്ടയച്ചു. എന്നാൽ വീണ്ടും SIT കടകംപള്ളി സുരേന്ദ്രനെ വിളിച്ചു വരുത്തും, ചോദ്യം ചെയ്യും. സാധാരണ രീതിയിൽ SIT-യുടെ ചോദ്യം ചെയ്യൽ തീരുന്ന മുറയ്ക്ക് പലരെയും അറസ്റ്റ് ചെയ്ത ഒരു ചരിത്രമാണുള്ളത്. അങ്ങനെയെങ്കിൽ ഇനിയും കടകംപള്ളി സുരേന്ദ്രനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്താൽ അത് അറസ്റ്റിലേക്ക് നീങ്ങും എന്നുകൂടി CPM ഭയപ്പെടുന്നു. ഈ ഭയവിഹുലതയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മന്ത്രിയിൽ നിന്നും അന്വേഷണം വഴിതിരിച്ചു വിടുന്നതിന് വേണ്ടി SIT-യെ സ്വാധീനിച്ചുകൊണ്ട് തന്ത്രിയെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് അകത്താക്കിയിരിക്കുന്നത് എന്നൊരു അഭ്യൂഹം കൂടി പരക്കുന്നുണ്ട്. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ CPM അക്ഷരാർത്ഥത്തിൽ ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു. ഇതിനിടയിൽ നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ CPM മുച്ചൂടും മുടിഞ്ഞ് അമ്പയെ പരാജയപ്പെട്ടു ഒരു സാഹചര്യമുണ്ടായി. എന്നാൽ ഇത് ഭരണവിരുദ്ധ വികാരം കൊണ്ടല്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം തോറ്റത് അത് ഇടതുപക്ഷ ഭരണത്തിന്റെ ഗുണപരമായ മാറ്റങ്ങൾ അല്ലെങ്കിൽ ഗുണപരമായ കാര്യങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തിക്കുന്നതിൽ CPM പ്രവർത്തകരും അണികളും വിമുഖത കാട്ടി. മാത്രമല്ല, രണ്ടാം ഭരണം എന്ന തുടർ ഭരണം കിട്ടിയതോടുകൂടി CPM-ന്റെ പല ഘടകങ്ങളും സംഘടനാ തലങ്ങളും ആലസ്യത്തിലാണ്ടുപോയി. ഇനി എന്ത് ചെയ്താലും നമുക്ക് ജയിച്ചു കയറാം എന്നൊരു ചിന്തയിലാണ്ടുപോയി. അതുകൊണ്ട് തന്നെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ CPM-ന്റെ പ്രവർത്തകർക്കും അണികൾക്കും എണ്ണയിട്ട യന്ത്രം പോലെ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാൻ സാധിക്കാതെ പോയി, അല്ലെങ്കിൽ അഥവാ ആലസ്യത്തിലാണ്ടുപോയി. അതുകൊണ്ട് മാത്രമാണ് തോറ്റത്. മാത്രമല്ല, പ്രതിപക്ഷം ശബരിമല സ്വർണ്ണക്കൊള്ളയടക്കം CPM-നെതിരെ നടത്തിയ ചില കള്ളപ്രചരണങ്ങളും CPM-ന് തിരിച്ചടിയായി എന്നൊക്കെയാണ് CPM-ന്റെ സംസ്ഥാന നേതൃത്വം വിലയിരുത്തിയത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സർക്കുലർ ഇറക്കിയിരിക്കുന്നത്. ഈ സർക്കുലറിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് 2018-ൽ അന്ന് ശബരിമല യുവതീ പ്രവേശനത്തെ തുടർന്ന് കോടിയേരി ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ വീട് വീടാന്തരം കയറി ഇറങ്ങി മാപ്പിരുന്നത് പോലെ, അല്ലെങ്കിൽ യഥാർത്ഥ വസ്തുതകൾ ധരിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി വീട് വീടാന്തരം കയറി ഇറങ്ങി വിശദീകരണം നടത്തിയതുപോലെ ഇപ്പോൾ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നായി CPM-ന്റെ ദേശീയ സെക്രട്ടറി ഉൾപ്പെടെ പഞ്ചായത്ത് തലത്തിലുള്ള അംഗങ്ങൾ വരെ വീട് വീടാന്തരം കയറി ഇറങ്ങി ജനങ്ങളോട് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നടന്ന കാര്യങ്ങൾ വിശദീകരിക്കണം. അത് വീടിന് പുറത്തു നിന്ന് സംസാരിച്ചാൽ പോരാ, വീടിനകത്ത് കയറി ഇരിക്കണം. വീട്ടുകാർ, അതായത് അവിടെ ചെല്ലുമ്പോൾ വീട്ടുകാർ ചിലപ്പോൾ അയ്യപ്പ വിശ്വാസികളായിരിക്കാം. അവർ ചിലപ്പോൾ പ്രകോപിതരായി പെരുമാറിയെന്നിരിക്കും. എന്നാൽ അത്തരം പ്രകോപനങ്ങൾക്കൊന്നും വികാരപരമായി പ്രതികരിക്കരുത്, പ്രവർത്തിക്കരുത്. ക്ഷമാപൂർവം കേട്ടിരിക്കണം. മര്യാദയോടുകൂടി ജനങ്ങളോട് പെരുമാറാൻ പഠിക്കണം, പെരുമാറ്റച്ചട്ടം ശീലിക്കണം എന്നൊക്കെയാണ് ഇപ്പോൾ സർക്കുലർ പറഞ്ഞിരിക്കുന്നത്. അതായത് CPM-കാർ ജനങ്ങളോട് കുറച്ചുകൂടി മര്യാദാപൂർവ്വം പെരുമാറണം എന്ന് തന്നെയാണ് CPM-ന്റെ സംസ്ഥാന നേതൃത്വം എടുത്തിരിക്കുന്ന തീരുമാനം. MV ഗോവിന്ദൻ ഇത്തരത്തിലൊരു തീരുമാനം എടുത്തു. പിണറായി വിജയൻ അത് പഞ്ചപുച്ഛമടക്കി നിന്ന് ഒപ്പിട്ട് കൊടുത്തു. ആ സർക്കുലർ പുറത്തിറങ്ങി എന്ന് വേണം മനസ്സിലായിരിക്കുന്നത്. അതായത് മര്യാദാപൂർവ്വം എല്ലാവരും വീട്ടിൽ കയറിയിരുന്ന് സംസാരിക്കണം.
ഇത്തരം കാര്യങ്ങളിലൂടെ ഇവർ വിഭാവനം ചെയ്യുന്നത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3.0 ആവർത്തിച്ച് തുടർ ഭരണത്തിലേക്ക് എത്തുക എന്നുള്ളത് തന്നെയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദവുമായി ബന്ധപ്പെട്ട് CPM ജനമധ്യത്തിൽ തുണിയുരിഞ്ഞ് നാണം കെട്ട് നാറി നിൽക്കുന്ന സാഹചര്യത്തിൽ വീട് വീടാന്തരം കയറി ഇറങ്ങി എങ്ങനെയെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് ധരിപ്പിച്ച് വോട്ട് മേടിച്ച് വീണ്ടും ഭരണത്തിലെത്തുക എന്നുള്ളത് തന്നെയാണ് പിണറായി വിജയന്റെയും CPM-ന്റെയും ഉദ്ദേശം. എന്നാൽ ഇത് എത്രത്തോളം പ്രാവർത്തികമാകും എന്നുള്ളത് അറിയില്ല. പിണറായി വിജയന്റെ ഭരണത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ള മാത്രമല്ല, സാധാരണ ജനജീവിതം വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്നു എന്ന് തന്നെയാണ് പൊതുവെ ഉയരുന്ന ഒരു വികാരം. ഉപ്പ് മുതൽ കർപ്പൂരം വരെയുള്ള എല്ലാ നിത്യോപയോഗ സാധനങ്ങൾക്കും വില കൂടിയിരിക്കുന്നു. ശമ്പളം പോലും പല സർക്കാർ ഉദ്യോഗസ്ഥർക്കും കിട്ടാത്ത സ്ഥിതി ഉണ്ടായിരിക്കുന്നു. KSRTC പോലുള്ള സ്ഥാപനങ്ങൾ നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്നു. ഇതുപോലെ പല പൊതുമേഖലാ സ്ഥാപനങ്ങളും സർക്കാർ സ്ഥാപനങ്ങളിലും ജോലിയെടുക്കുന്നവർക്ക് കൃത്യമായ വേതനം കിട്ടുന്നില്ല. പങ്കാളിത്ത പെൻഷൻ പോലും മുടങ്ങിയിരിക്കുന്നു. ക്ഷേമ പെൻഷൻ മുടങ്ങിയിരിക്കുന്നു. സർക്കാരിനോട് അതിതീവ്രമായ രീതിയിലുള്ള വിരുദ്ധ നിലപാടുകൾ ജനങ്ങൾക്കിടയിൽ ഉടലെടുത്തിരിക്കുന്നു. അതിൽ ശബരിമല സ്വർണ്ണക്കൊള്ള മാത്രമല്ല, സർക്കാരിനോടുള്ള വിരോധം ജനങ്ങൾക്കുണ്ടാവാൻ കാരണം ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ട്. ഇതേത് വിധേനയും ഒഴിവാക്കുന്നതിന് വേണ്ടി ജനസമ്പർക്ക പരിപാടി, ഗൃഹസമ്പർക്ക പരിപാടി നടത്തി ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് കയറി ചെല്ലുക, വീടിനുള്ളിലേക്ക് കയറി ചെന്ന് കഴിയുമെങ്കിൽ ഒരു കട്ടൻ ചായ എല്ലാം ചോദിച്ച് വാങ്ങിക്കുടിച്ച് അവിടെ ഇരുന്ന് അവരോട് കുശലം പറഞ്ഞ് ബന്ധുക്കളായി അവരെ മാറ്റി അങ്ങനെ അവരെ സ്വാധീനിച്ച് വോട്ട് നേടി വീണ്ടും അധികാരത്തിൽ വരണം എന്നുള്ളത് തന്നെയാണ് സർക്കുലർ വഴി ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ സർക്കുലർ പറയുന്ന കാര്യങ്ങൾ ജനങ്ങളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഏത് തരത്തിൽ ആക്കാൻ സാധിക്കും എന്ന് CPM നേതാക്കൾക്കും പേടിയുണ്ട്. കാരണം ജനങ്ങൾ ചാണകത്തിൽ മുക്കിയ ചൂലെടുത്ത് ഇവരെ കൈകാര്യം ചെയ്യും എന്നാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ഈ സർക്കുലറിനെ കുറിച്ചുള്ള ആക്ഷേപങ്ങളും പ്രതികരണങ്ങളും വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പിണറായി വിജയനും കൂട്ടരും ഇനി ഏത് രീതിയിലാണ് ശബരിമല സ്വർണ്ണക്കൊള്ള അടക്കമുള്ള ജനവിരുദ്ധ വികാരങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാൻ പോകുന്നത്, 2026 തെരഞ്ഞെടുപ്പ് ജയിക്കാൻ പോകുന്നത് എന്നുള്ളത് കണ്ടറിയാൻ കാത്തിരിക്കുക.